എങ്ങനെയാണ് ഒരു വിമാനം പറക്കുന്നത്? അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു വിമാനം പറക്കണമെങ്കിൽ 4 ബലങ്ങൾ വേണം: ട്രസ്റ്റ്, ഡ്രാഗ്, വെയ്റ്റ്, ലിഫ്റ്റ്. ആദ്യം നമുക്ക് ലിഫ്റ്റ്, വെയ്റ്റ് എന്നെ നോക്കാം. ബെർണോളി പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എയ്റോപ്ലെയിനുകളെല്ലാം പറക്കുന്നത്. ഡനൽ ബെർണോളിയാണ് ആദ്യമായി ബെർണോളി പ്രിൻസിപ്പിൾ നിർമ്മിച്ചത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പിക്ചർ ഒരു എയ്റോപ്ലെയിനിൻ്റെ വിൻസാണ്. വിൻസിൻ്റെ പകുതി. നീല നിറത്തിൽ കാണുന്നത് അപ്പർ സ്ട്രീം ലൈനും ചുമന്ന കളറിൽ കാണുന്നത് ലോവർ സ്ട്രീം ലൈനും. നിങ്ങൾക്കറിയാം, എയ്റോപ്ലെയിൻ പോകണമെങ്കിൽ വായുവിനെ കീറി മുറിക്കണം. അതുകൊണ്ടാണ് ഈ വിൻസിന് ഇങ്ങനൊരു ഷേപ്പ് നൽകിയിരിക്കുന്നത്. അപ്പർ സ്ട്രീം ലൈനിൽ ലോ പ്രഷറും ലോവർ സ്ട്രീം ലൈനിൽ ഹൈ പ്രഷറും വേണം. ഈക്വലായി കിട്ടണം, എന്നാലേ വിമാനം പറക്കൂ. റൺവേ കൂടെ സ്പീഡിൽ ഓടിക്കുമ്പോൾ പ്രഷർ ബാലൻസ് ആകുകയും എയ്റോപ്ലെയിൻ പൊങ്ങുകയും ചെയ്യുന്നു. ലിഫ്റ്റിനെതിരെ പ്രവർത്തിക്കുന്ന ബലമാണ് വെയ്റ്റ്. ഇതൊരേപോലെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ വിമാനം പറക്കുകയില്ല. നിങ്ങൾക്ക് കാണാം, നീല വര. നീല നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വായു ഒരു സമയത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലേസിലെത്തും. അതേ സമയത്ത് തന്നെ ചുമപ്പ് നിറത്തിലുള്ള വായു അവിടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ വിമാനം പറക്കുകയില്ല. ഇനി എങ്ങനെയാണ് എയ്റോപ്ലെയിൻ മുമ്പോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ എൻജിനിലുള്ള പ്രവർത്തനം നമ്മൾ അറിയണം. പുറത്തുള്ള വായു എൻജിനിലോട്ട് അകത്തോട്ട് വലിച്ച് ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ചൂടാക്കി ടർബൈൻ വഴി പുറത്തോട്ട് നോസിൽ കൂടെ വിടുന്നു. ഇതിൽ 2 സെക്ഷനുണ്ട്: കോൾഡ് സെക്ഷൻ, ഹോട്ട് സെക്ഷൻ. വായു ചൂടാക്കുമ്പോൾ അതിൻ്റെ മർദ്ദം കുറയുന്നു, അതിൻ്റെ വെയിറ്റ് കുറയുന്നു. അങ്ങനെ ഇതിന് പൊങ്ങാനും പോവാനുമുള്ള സാധ്യത കൂടുന്നു. ഇത് വേറൊരു എൻജിൻ്റെ പിക്ചർ. വായു കയറി അതിനെ കംപ്രസ് ചെയ്യണമല്ലോ, അതിനാണ് ഇവിടെ കംപ്രസർ കൊടുത്തിരിക്കുന്നത്. ഇനി വായു ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ കൊടുത്തിരിക്കുന്നത്. ഈ ചൂടായ വായുവിനെ പുറത്തോട്ട് കളയാനാണ് ഒരു ടർബൈൻ കൊടുത്തിരിക്കുന്നത്. അത് നോസിലിൽ കൂടി പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇത് മുമ്പോട്ട് പോകുന്നു. ട്രസ്റ്റിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ബലമാണ് ഡ്രാഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.